വെൽക്കം ബാക്ക് ടു തുൾസ, യുവർ ഓൺലൈൻ ഫാഷൻ ഡെസ്റ്റിനേഷൻ. ഹാപ്പി ന്യൂ ഇയർ. അപ്പം 2026 എല്ലാവർക്കും അനുഗ്രഹത്തിന്റെ വർഷമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിവിടെ അടുത്ത അമ്പലത്തിൽ ഉത്സവം നടക്കുകയാണ്. അപ്പം ഇന്ന് നാടൻ പാട്ടാണ്. അപ്പം ഇങ്ങനെ എന്താ പറയാ, അതിന്റെ ലാസ്റ്റ് സെഷനാണ് നടക്കുന്നത്. അപ്പൊ എനിക്ക് നിങ്ങൾക്ക് ഇനി വേറെ സൗണ്ട് കേൾക്കുന്നോന്ന് എനിക്ക് അറിയില്ല, ഇനി കോപ്പിറൈറ്റ് വരുമോന്ന് എനിക്കറിയില്ല കേട്ടോ. ഫസ്റ്റ് വൺ നമ്മൾ പരിചയപ്പെടുന്ന ഒരു ബ്യൂട്ടിഫുൾ മസ്റ്റാർഡ് യെല്ലോ ആണ് കേട്ടോ. അപ്പൊ മസ്റ്റാർഡ് യെല്ലോയിൽ ഒരു ഫ്ലോറൽ പ്രിന്റ് ആണ് പോകുന്നത്. ഒരു വരച്ച പോലെ ഒരു ലുക്കാണ് ഇതിന് വരുന്നത്. ചിലപ്പോൾ നമുക്ക് എന്താ പറ്റുന്നത് അറിയാം, നമ്മൾ കുറച്ച് ഡാർക്ക് ടോണിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഉള്ള കളർ അവോയ്ഡ് ചെയ്യും. ഇത് കുറച്ച് ലൈറ്റർ കളറിലേക്ക് നോക്കും. അങ്ങനെ ചെയ്യരുത്. കുറച്ച് ഡാർക്ക് സ്കിൻകാർക്ക് അല്ലെ അങ്ങനെയുള്ള നമുക്കൊക്കെ നമ്മളെ പോലെ എന്നെ പോലെ ഉള്ളവർക്കൊക്കെ കുറച്ച് ഈ കളേഴ്സ് ഒക്കെ ആണെങ്കിൽ നല്ല ചേരും. നമ്മൾ കുറച്ചും കൂടെ ബ്രൈറ്റൻ ആവും. അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ ടോൺ ബ്രൈറ്റൻ എന്നുള്ളതല്ല, പക്ഷെ നമ്മുടെ സ്കിൻ ടോൺ കുറച്ചുകൂടി ഒന്ന് തിളങ്ങി. നമുക്ക് നൂർത്ത് കാണിക്കട്ടെ. ഞാൻ മസ്റ്റാർഡ് യെല്ലോ കളറ്, അതിൽ യെല്ലോ പൂക്കൾ ഇങ്ങനെ വരുന്നുണ്ട്. അതിലൊരു വൈറ്റ് ഷെയ്ഡ് പോകുന്നുണ്ട്. ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക, ലാർജ് സൈസ്ഡ് ഫ്ലോറൽ പാറ്റേൺ ആണ് വരുന്നത് കേട്ടോ. നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ്. പിന്നെ ഇത് അറിയായിരിക്കും നിങ്ങൾക്ക്, എൻ്റെ വീഡിയോസ് കാണുന്നവരാർക്കറിയാം, എങ്ങനെ പോയാലും എൻ്റെ ഒരു ബ്ലൂ ഷെയ്ഡ് ഉണ്ടാവും. ഇത് ബ്ലൂ വിത്ത് ഫ്ലോറൽ പ്രിന്റ്സ് ആണ് വരുന്നത്. അത് നേവി ബ്ലൂ നമ്മൾ കാണുന്ന പാറ്റേൺ പോലെ തന്നെ ഉണ്ട്, ബട്ട് നേവി ബ്ലൂവിൽ ഒരു വൈറ്റ് ഷെയ്ഡ്, ബട്ട് ഒരു ബ്ലൂ കലർന്ന ഒരു ഫ്ലോറലാണ് കേട്ടോ പോകുന്നത്. പൂവിൻ്റെ ഇതളുകളും പൂവും പക്ഷെ അൺഈവൻ ഫ്ലോറൽ പാറ്റേൺ ആണ് പോകുന്നത്. ഒരേപോലത്തെ പൂക്കളല്ല, ചെറുതും വലുതുമായിട്ടുള്ള പൂക്കളുടെ ഒരു ശേഖരമാണ്. കാണുന്നുണ്ടോ കിട്ടാ? വലിക്കാതെ എടുത്തിട്ടോ. എടുക്കുന്ന ജലദോഷം കേട്ടോ. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇന്ന് വലിയേട്ടാ അവർക്ക് തുമ്മലാണ്, പാവത്താണ്. തുണിയും കൂടെ എടുക്കുമ്പോഴേ ഒന്നും കൂടെ എന്താ പറയാ തുമ്മൽ വരും. അടുത്തത് ഓഫ് വൈറ്റിൽ നമുക്ക് പേർപ്പിൾ കളറാണ് വരുന്നത് കേട്ടോ. പേർപ്പിൾ ഒരു മോവ് കളർ ഇതാണ് പാറ്റേൺ ആണ് പോകുന്നത് കേട്ടോ. പിന്നെ അതിൽ പല ഷെയ്ഡ്സിലാണ് വരിക. അതിൽ ലീവ്സ് ഇടയ്ക്ക് പോകുന്നുണ്ട്. സ്റ്റെമ്മിൻ്റെ കളർ കുറച്ചുകൂടി ഡാർക്കറായിട്ട് പോകുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ ആ നമ്മുടെ ക്രീം കളറിൻ്റെ ഉള്ളിൽ അതിൻ്റെ ലൈറ്റർ ഷെയ്ഡായിട്ട് ഒരു സ്പ്രെഡ് വരുന്ന പോലെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതും നമുക്ക് നേരിട്ട് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒരു ഭംഗി തോന്നുന്നു. ഞാൻ നിവർത്തി കാണിക്കാം. ഒരു ലൈറ്റ് ബ്ലൂ ആണ് പോകുന്നത്. അതിൽ ഒരു ക്രീം കളർ തന്നെ ഓഫ് വൈറ്റിന്റെ ഫ്ലോറൽ പ്രിന്റ്സ് ആണ്. ഒരു ഇൻഡിഗോ ബ്ലൂ ആണെന്ന് പറയാം, പക്ഷെ അതിന്റെ ലൈറ്റർ വേർഷൻ ആണേ. നല്ല ഷെയ്ഡാണ്. നമുക്ക് എന്താ പറയാ, ഇതൊക്കെ ഇട്ട് അടിച്ചിട്ടാണ് എനിക്ക് എപ്പോഴും മറക്കും. ഹോട്ട്സെറ്റൊക്കെ അടിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. അതിൽ നമുക്ക് ഓഫ് വൈറ്റിന്റെ ഫ്ലോറൽ പ്രിന്റ് ആണ്. ഫ്ലോറൽ പ്ലസ് അതിന്റെ ലീവ്സ് അങ്ങനെയാണ് പോകുന്നത്. പിന്നെ അതിൻ്റെ സൈഡിൽ ഒരു എന്താ പറയുക, ഒരു വര പോലെ ഗോൾഡൻ അല്ലെങ്കിൽ ടാൻ ഒരു ഗോൾഡൻ ഔട്ട്ലൈനും പോകുന്നുണ്ട്. ഒരു ശരിക്കും ഈവൻ ആയിട്ടാണ് അതിൻ്റെ പ്രിന്റ് വരുന്നത്. കോട്ട്സെറ്റ് അല്ലെങ്കിൽ ടൂണിക് ടോപ്സ് ഒക്കെ അല്ലേ, അതൊക്കെ അടിക്കാനും, അല്ലെങ്കിൽ നമ്മളുടെ ടോപ്പ് എന്ന് പറഞ്ഞാൽ ഫ്രോക്ക് മെറ്റീരിയൽസ് പോലെ ഫ്രോക്ക് പാറ്റേൺ ഒക്കെ വരില്ലേ, അങ്ങനത്തെ ഒക്കെ അടിക്കാനൊക്കെ സൂപ്പറായിരിക്കും. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നെക്സ്റ്റ് വൺ ആൾസോ മൈ ഫേവറേറ്റ് വൺ, കാപ്പിപ്പൊടി കളർ. അതിൻ്റെ ഡാർക്ക് ബ്രൗൺ ആണ്. രസമുണ്ടോ? അതിൻ്റെ നിധിക്കുട്ടം പറയുന്നത് നല്ല രസമാണ്. നമുക്കിതിൽ വന്നപ്പോൾ തന്നെ ഒരു കണ്ണുണ്ട്. അപ്പം അതിൽ ഫ്ലോറൽ പ്രിന്റ്സ് ആണ് വരുന്നത് കേട്ടോ. ഇതും എൻ്റെ ഫേവറേറ്റ്. എല്ലാം എൻ്റെ ഫേവറേറ്റ് ആട്ടോ. ഞാൻ പോയി എടുക്കുന്നതുകൊണ്ട് എല്ലാം ഫേവറേറ്റ് ആണ്. കാപ്പിപ്പൊടി, നമ്മുടെ ഡാർക്ക് ബ്രൗൺ അല്ല, കുറച്ച് ലൈറ്റിഷ് ബ്രൗൺ ആണ്. നമ്മൾ ശരിക്കും കോഫി ബ്രൗൺ, കറക്റ്റ്. അത് കാപ്പിപ്പൊടി കളർ. ഞങ്ങൾ പാവപ്പെട്ടു, ഞങ്ങൾ കാപ്പിപ്പൊടി കളർ എന്ന് പറയൂടെ. നിങ്ങൾ ജെൻസി കിഡ്സ് ഒക്കെ നിങ്ങൾ കോഫി ബ്രൗൺ എന്നൊക്കെ പറയും. ഞങ്ങൾ സാധാരണ സ്കൂളുകാരൊക്കെ ഇങ്ങനെ പറയും. സോഫ്റ്റ് മെറ്റീരിയലാണ്. നമ്മൾ കണ്ടില്ലേ ഒരു കാപ്പിപ്പൊടി കളറിന്റെ ഡാർക്ക് ബ്രൗണിന്റെ കണ്ടില്ലേ, അതിന്റെ ഒരു ഡാർക്ക് ഗ്രീൻ ആണ്. പക്ഷെ തുണിക്ക് ചെറിയ വ്യത്യാസമുണ്ട് കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും. പ്രിന്റുകളെല്ലാം ഒന്നാണ്. ഇതെൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ്സ് ആണ് കേട്ടോ. ആക്ച്വലി ഞാൻ ഇതൊരു പാറ്റേണിൽ തയ്ച്ച് ചെയ്യണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ പറ്റിയില്ല. ഇതിൽ പറഞ്ഞതുപോലെ ഡാർക്ക് ഗ്രീൻ കളറാണ് പോകുന്നത്. ഡാർക്ക് ഗ്രീനും അല്ലല്ലോ നിനക്കിട്ടാ, ഡാർക്ക് ഗ്രീനും അല്ല പറയാം, ഡീപ്പ് കളർ ഗ്രീൻ ആണ്. അതിൽ കുറച്ച് ഓവർ സൈസ്ഡ് ആയിട്ടുള്ള
പാറ്റേൺ ബോൾഡ് അല്ലെങ്കിൽ ഓവർ സൈസ്ഡ് പാറ്റേൺ ആണ് പോകുന്നത്, ഫ്ലോറൽ പാറ്റേൺ പോകുന്നുണ്ട്. അതിൽ ക്രീം പ്ലസ് ലീവ്സിൻ്റെ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് എനിക്ക് തോന്നുന്നു കുറച്ച് ലൂസായിട്ടൊക്കെ ഉള്ള ഇതൊക്കെ തയ്ച്ചിടാൻ നല്ല രസമായിരിക്കും. ജീൻസ് നമ്മൾ കുർത്തയായിട്ടൊക്കെ ഇടില്ല, കുറച്ച് കോളനൊക്കെ ഇട്ടില്ല വെച്ച് കുറച്ച് ലൂസായിട്ട് അങ്ങനെയൊക്കെ തയ്ച്ചിടാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. നല്ല സോഫ്റ്റ് തുണിയായിട്ട് ഡ്രോയിങ് ഒക്കെ കാണില്ലേ, വലിയ പൂക്കളൊക്കെ വരയ്ക്കുക. അതുപോലെ അതിൻ്റെ ഉള്ളിലൊരു എന്താ പറയുക പോൾക്ക ഡോട്ട്സ് പോലെ മറവിയുണ്ട്, ഡോട്ട്സ് പോലുള്ള സാധനം അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പം ഇത്രയാണ് നമുക്കിപ്പം അവൈലബിൾ ആയിട്ട് വന്നേക്കുന്നത്. അപ്പം പെട്ടെന്ന് എല്ലാവരും DM ചെയ്തോളൂ. അപ്പം DM ചെയ്യേണ്ട നമ്പർ ഞാൻ കൊടുക്കാം, വാട്സപ്പാണ് ചെയ്യേണ്ടത് കേട്ടോ. വാട്സപ്പിലേക്ക് ബന്ധപ്പെടുക, എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും നമ്മൾ പുതുവത്സര ആശംസ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്നാലും ഒരിക്കൽ കൂടെ നന്മകൾ നേടുന്നുണ്ട്. ബൈ.